കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെഹന്തിയുടെ പ്രശ്നവുമായിട്ട് നമ്മുടെ ആർജെ അഞ്ജലി ക്ഷമാപണം നടത്തിയിരുന്നു. നിരഞ്ജന ക്ഷമാപണം നടത്തണമെന്ന് പറഞ്ഞ് ഒട്ടനവധി കമൻസ് വന്നിരുന്നു അല്ലേ. അപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. പക്ഷേ അവർ ഇന്നലെ കണ്ടുമുട്ടി അങ്ങനെ നിരഞ്ജന ക്ഷമാപണം നടത്തിക്കൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിരഞ്ജനയും ആർജെ അഞ്ജലിയും കൂടിയിട്ടുള്ള ക്ഷമാപണത്തിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നത്. അറിയാതെ അവരുടെ അടുത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ അത് സമൂഹത്തിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആരും കരുതിയില്ല. എന്തായാലും നിരഞ്ജന എല്ലാവരോടും മാപ്പ് പറയുക തന്നെയാണ്. അപ്പോൾ ഈ മെഹന്തി ഇടണമെന്ന് വിളിച്ച ആർട്ടിസ്റ്റിൻ്റെ അവരോട് ക്ഷമാപണം നടത്തണമെന്നായിരുന്നു ഭൂരിപക്ഷം ആളുകളുടെയും കമൻ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവരെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും അവരോട് നേരിട്ട് മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. അവർ ചെയ്ത തെറ്റ് എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് രണ്ടുപേർക്കും മനസ്സിലായി. അതുകൊണ്ട് അവർ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ക്ഷമ കൊടുക്കുക. കാരണം നമ്മൾ മനുഷ്യരല്ലേ, ചെറിയ തെറ്റൊക്കെ ആർക്കും പറ്റുമല്ലോ. അവരും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം ദുരിതങ്ങൾ വരുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. എന്നാലും നോക്കാം. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് മാപ്പ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു വാക്കിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, അതവർ പറയാൻ പാടില്ലാത്ത വാക്കാണ് അവർ പറഞ്ഞത്. അതും നല്ലൊരു ആർട്ടിസ്റ്റിനെ വിളിച്ച് അപമാനിച്ചതിന് തുല്യമാണ്. അപമാനിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പ്രാങ്കുകൾ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കും. മനസ്സിൻ്റെ മുറിവ് ഒരിക്കലും മാഞ്ഞു പോകില്ല. അതും കൂടി മനസ്സിലാക്കണം. നമ്മളൊരാളെ മുറിപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയൊരു അപമാനത്തിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നതാണ്.